യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങുന്ന പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം രണ്ട് തലമുറകളുടെ കൂടി മത്സരമാണ്. ക്രിസ്ത്യാനോയും എംബാപ്പയും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ അവരുടെ ശക്തി ദൗർബല്യങ്ങൾ തന്നെയാകും പ്രധാന ചർച്ചയാകുക. 2016 ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ ആദ്യ യൂറോ കപ്പ് ഉയർത്തുമ്പോൾ എംബാപ്പയ്ക്ക് വെറും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് ക്രിസ്ത്യാനോ തോൽപ്പിച്ച ഫ്രാൻസിന്റെ കുന്തമുനയാണ് ഇന്ന് 25-കാരനായ എംബാപ്പെ. ക്രിസ്ത്യാനോയാകട്ടെ 40ന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരു തലമുറകൾ തമ്മിലുള്ള പോരാട്ടം എന്നാകും ഈ മത്സരം വിശേഷിപ്പിക്കപ്പെടുക. ആറ് യൂറോകളിൽ കളിച്ച ഏക താരമെന്ന പകിട്ടോടെയാണ് CR7 ഈ സീസണിൽ കളിക്കാനിറങ്ങിയത്. എന്നാൽ യൂറോയിലെ ഗോളടി യന്ത്രത്തിന്റെ കാലുകളിൽ നിന്ന് ഇത്തവണ ഒരു ഗോളാണ് ആകെ പിറന്നത്, അതും പെനാൽറ്റി. യൂറോയിലെ പോർച്ചുഗലിന്റെ ഇതുവരെയുള്ള പ്രകടനവും അത്ര മികച്ചതെന്ന വിലയിരുത്തലില്ല. യൂറോയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് ഒപ്പം ചേർത്തതെന്നല്ലാതെ ജീനിയസിന് കളിയെ ജീവൻ വെപ്പിക്കാനായില്ല. സ്ലൊവേനിയക്കെതിരായ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ റോണോ പൊട്ടിക്കരഞ്ഞതും പെനാൽറ്റി ഷൂട്ടൌട്ടിലെ വിജയത്തിന് ശേഷം ഇതാണ് അവസാന യൂറോ എന്ന പ്രഖ്യാപനവും ആരാധകരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കാലുകളിൽ നിന്ന് ഗോളുകൾ പിറക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പരിക്കിനെ വകവയ്ക്കാതെ ഫ്രാൻസിനായി പൊരുതി കളിക്കുകയാണ് എംബാപ്പെ. വേഗതയും കൃത്യതയുമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനോയെ പോലെ തന്നെ ഒരു ഗോൾ മാത്രമാണ് അക്കൗണ്ടിലുള്ളത്. പോളണ്ടിനെതിരെ നേടിയ പെനാൽറ്റിയായിരുന്നു അത്. വമ്പൻ ടീം ചാമ്പ്യന്മാരാകുമെന്ന് പലരും വിധിയെഴുതിയ ഫ്രാൻസിന്റെ പ്രകടനം പക്ഷേ ആ ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മുന്നേറ്റ നിരയിലേക്ക് ഗോൾ എത്തുന്നില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഗോൾ വരൾച്ചയ്ക്ക് എംബാപ്പയുടെ ബൂട്ടുകൾ അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാകും ടീം ഇന്ന് കളത്തിലിറങ്ങുക. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.